സ്നേഹയുടെ കഥ കേൾക്കാം. കൂട്ടത്തിലുള്ള ചേച്ചിമാർ വീണ സ്നേഹയും എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഏട്ടൻ ആ പശുക്കളെയൊക്കെ അന്ന് തന്നെ പിടിച്ചു വിറ്റു. നീ ഇതിന് നിൻ്റെ പൈസ ഉണ്ടാക്കൽ പഠിച്ചതിൻ്റെ വല്ല ടെസ്റ്റും എഴുതി വല്ല ജോലിയൊക്കെ നോക്ക് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞു. അന്നൊക്കെ ടൈപ്പ് ഷോർട്ട് ഹാൻഡ് പഠിച്ചാൽ ജോലി കിട്ടുമായിരുന്നു. ശമ്പളമില്ലാതെ ജോലി ചെയ്തതുകൊണ്ടാണോ എന്തോ ടെസ്റ്റിന് പഠിക്കാനൊക്കെ സ്നേഹയ്ക്ക് മടിയായിരുന്നു. പിന്നെ കൂട്ടുകാരൊക്കെ ഓരോ സ്ഥലത്ത് പോയി. പീതാംബരൻ വർക്ക്ഷോപ്പിൽ പഠിക്കാൻ പോയി. എൽദോസ് വീണ്ടും സ്കൂളിൽ പഠിക്കാൻ പോയി. സിബിക്ക് ഒരു ചെറിയ ജോലി കിട്ടി. അപ്പോൾ സ്നേഹ ഒറ്റയ്ക്കായി. പിന്നെ പുസ്തകം മാത്രമായി സ്നേഹയുടെ കൂട്ടുകാർ. നേരത്തെ രാത്രിയിൽ മാത്രം വായിച്ചിരുന്ന വായന ഫുൾ ടൈം ആയി. തലേദിവസം വൈകിട്ട് എടുത്തുകൊണ്ടുവരുന്ന ബുക്ക് പിറ്റേന്ന് വൈകിട്ട് കൊണ്ടു കൊടുക്കും. അങ്ങനെ കുറേ പുസ്തകങ്ങൾ വായിച്ചു കൂട്ടി. അവകാശികൾ എന്ന ബുക്കൊക്കെ 7 പ്രാവശ്യം എടുത്ത് വായിച്ചു തീർത്തു. അതിൽ 4 ബുക്കിലായാലാണ് ഇതിൻ്റെ കഥ. 4000 പേജുള്ള ഒരു വലിയ ബുക്കാണത്. അത് വായിച്ച് അതിലെ കഥാപാത്രമൊക്കെ ആകും ചിലപ്പോൾ സ്നേഹ. അതിലൊരു കഥാപാത്രമുണ്ട്, സുശീല. അവർ കറുത്തു മെലിഞ്ഞ് കുറേ മുടിയൊക്കെ ഉള്ളതാണ്. ബാക്കിയുള്ളവരൊക്കെ സുന്ദരിയാണ്. അതുകൊണ്ട് സ്നേഹ സുശീലയായി ജീവിക്കും അത് വായിക്കുമ്പോൾ. അങ്ങനെ കുറേ നാൾ കടന്നുപോയി. ഒരു ദിവസം അടുത്ത വീട്ടിലെ മോളി, അവളുമായി നല്ല കൂട്ടാണിപ്പോൾ. അവരുടെ വീട്ടിലൊക്കെ എപ്പോഴും കയറി ഇറങ്ങി നടക്കുന്നതാണ്. അവൾ രാവിലെ മരുന്ന് വാങ്ങാൻ പോകുമെന്ന് പറഞ്ഞിരുന്നു. കൂട്ടുകാരൊക്കെ ജോലിക്ക് പോയതുകൊണ്ട് ഇപ്പോൾ മോളിയാണ് കൂട്ട്. സ്നേഹ കുളിക്കാൻ പോയി. തുണിയൊക്കെ കഴുകി വന്നപ്പോൾ ഏട്ടൻ്റെ മുണ്ട് മുക്കിയിടാൻ ഉജാല തീർന്നു പോയിരുന്നു. അപ്പോൾ മോളിയുടെ വീട്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടി മോളി എന്ന് വിളിച്ച് ഓടിച്ചെന്നു. അടുക്കളവാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി. മോളി മോളി എന്ന് വിളിച്ചു. അപ്പോൾ അവളുടെ ആങ്ങള അവിടെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. ഈ പെണ്ണ് കിടത്തി ഉറക്കില്ലല്ലോ എന്ന് പറഞ്ഞ് എണീറ്റു. അവൾ വന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ഉജാല എടുത്തുകൊണ്ട് പോവാകട്ടോ എന്ന് പറഞ്ഞ് തിരിച്ചു പോരാൻ നേരത്ത് മുൻവശത്തെ വാതിലിൽ ആരോ മുട്ടുന്നു. അപ്പോഴാണ് സ്നേഹ അത് അടഞ്ഞു കിടക്കുന്നത് കണ്ടത്. ഉടനെ ആ ചെക്കൻ കിടന്ന മുറിയിൽ കയറി നിന്നു. വന്നത് ഇവൻ്റെ കൂട്ടുകാരാണെങ്കിൽ സംശയിക്കും എന്നൊക്കെ ആ നിമിഷത്തിൽ സ്നേഹ ഓർത്തുപോയി. വന്നത് പക്ഷേ അവൻ്റെ മൂത്ത ചേട്ടനായിരുന്നു. സ്നേഹയെ വലിയ കാര്യമായിരുന്നു ആ ചേട്ടന്. ആ ചേട്ടൻ ആഴ്ചപ്പതിപ്പൊക്കെ വായിക്കാൻ വാങ്ങിക്കൊടുക്കും. പിന്നെ വീട്ടിലുള്ളവരെ സിനിമയ്ക്ക് കൊണ്ടുപോകുമ്പോൾ സ്നേഹയെയും കൂട്ടാറുണ്ട്. അപ്പോൾ സ്നേഹയ്ക്ക് ആശ്വാസം തോന്നി. ചേട്ടായിയാണല്ലോ വന്നത്, എന്നാൽ പോകാമെന്ന് കരുതി ഉടനെ തന്നെ സ്നേഹ തിരിച്ചു പോന്നു. പക്ഷേ പിറ്റേ ദിവസം മുതൽ ആ വീട്ടിൽ ചെന്നപ്പോൾ ഒരു മാറ്റം. ആരും മിണ്ടുന്നില്ല. മോളി മാത്രം എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി മാത്രം പറയും. ബാക്കി അടുത്തതിൽ.